നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷനിൽ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറെ ചർച്ച ചെയ്ത് വിട്ട കാര്യങ്ങൾ നമുക്കൊന്നും എടുത്ത് ഫൈനലൈസ് ചെയ്തിട്ട് പോകാം. കാരണം വെച്ചാൽ ഒന്ന്, യഹൂദന്റെ യാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആ യാഗത്തിലാണോ, ആ യാഗത്തിന്റെ പശ്ചാത്തലത്തിലാണോ യേശുക്രിസ്തു മരിച്ചത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേറെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതൊന്നും കൂടെ കൺഫേം ആക്കിയിട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് യേശുക്രിസ്തു വന്ന് യേശുക്രിസ്തു നമ്മൾ പറഞ്ഞിരുന്നത് ഏകയാഗമായി തീർന്നു എന്ന് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള. ഒറ്റ മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയിരുന്നത് മോശയുടെ ന്യായപ്രമാണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കി വന്നിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, യേശുക്രിസ്തു പറയുന്നുണ്ട്, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിർത്തിയത്. കാരണം വെച്ചാൽ ഒറ്റ മിനിറ്റ് ഉണ്ട്. കുഴപ്പമില്ല. അല്ല, അതല്ല, നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചത്തെ അത് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ അത് വേറെ ഒരു ടോപ്പിക്കായി പോകും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അത് തന്നെ ചോദിക്കണമെന്ന് വെച്ചോണ്ടിരുന്നത്. പക്ഷെ നമ്മളിപ്പോ ചോദിക്കുന്ന ഒരു ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമ്മളിപ്പം ഈ ക്രൈസ്തവർ പാലിക്കുന്ന കുറെ ഒരു ഇതുണ്ട്, നിയമങ്ങളുണ്ട്. അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പഴയ നിയമത്തിൽ വന്നിരിക്കുന്ന യഹൂദന്റെ അതേ നിയമത്തിനോ അല്ലെ അതേ കാര്യങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കഴിഞ്ഞ ആഴ്ച. നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അല്ല, നമ്മൾ യഹൂദന്റെ യാതൊരു ഒരു തുടർച്ച ഇല്ലെന്നുള്ള കാര്യത്തിനകത്താണ് നമ്മളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണോ പാസ്റ്റർ? ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ക്രൈസ്തവർക്കും യഹൂദർക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെയാണ് പാസ്റ്റർ എന്നെ കാണുന്നതെന്ന് പറയാം. ക്രൈസ്തവർക്കും യഹൂദർക്കും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട്. കാരണം ക്രിസ്തു അവരിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ബന്ധമുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ആ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് മോശ ചെയ്തിട്ടുള്ള അതേ യാഗങ്ങൾ നീ അർപ്പിച്ച് നിന്നെ തന്നെ ശുദ്ധീകരിച്ച് പുരോഹിതന്മാർക്ക് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യാഗങ്ങൾ, അല്ലെങ്കിൽ ആ യാഗങ്ങളെ മുഴുവനും യേശു ക്രിസ്തു എൻഡോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് യേശു ക്രിസ്തു ഒന്നും എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ആ സിസ്റ്റത്തെ തന്നെ യേശു ക്രിസ്തു പാലിച്ചു പോയിരുന്നു. അതിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിൽ ആ സിസ്റ്റം തന്നെ പാലിച്ചു പോയിരുന്നു. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലേ പാസ്റ്റർ പറഞ്ഞിരുന്നത്? അതെ. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം തന്നെ, നമ്മൾ യേശുക്രിസ്തു ഈ പറഞ്ഞിരിക്കുന്ന മരണം തന്നെ ഒരു യാഗമായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ നിയമം വായിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, യേശു ക്രിസ്തുവിന്റെ മരണം തന്നെ ഒരു യാഗമായിരുന്നു. ആ യാഗമായിരുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തു തന്റെ പ്രാണനെ മറുവിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അന്നേരം പഴയ നിയമത്തിലുള്ള അതേ യാഗത്തിന്റെ ഒരു ഒരു കണ്ടിന്യൂവേഷൻ, എക്സ്റ്റൻഷൻ ആണ് യേശു ക്രിസ്തുവിന്റെ മരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അങ്ങനെയല്ലത്. ഈ യേശുക്രിസ്തു യാഗമായി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി എന്നുള്ളതാണ് യാഗം. ഇത് ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് ടുക്ക് ദ ഫോം ഓഫ് എ മാൻ. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ സാക്രിഫൈസ്. ദ കൾമിനേഷൻ പോയിന്റ് ഓഫ് ദാറ്റ് സാക്രിഫൈസ് ഈസ് ഓൺ ദ ക്രോസ്. അപ്പൊ ക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ് യാഗം. അതിനെപ്പറ്റി പറയുമ്പോൾ ലിവിങ് സാക്രിഫൈസ് ആണ്, ജീവനുള്ള ബലി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർ 12 പറയുന്നുണ്ട്, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്തെന്നാൽ നിങ്ങൾ ജീവനുള്ള ബലിയായി തീരുവിൻ. ലിവിങ് സാക്രിഫൈസ്. അതിന് മരിക്കണമെന്നോ രക്തമൊഴുക്കണമെന്നോ ഇല്ല. അപ്പൊ ജീവിതം തന്നെ ബലിയാക്കാം. അപ്പൊ യേശുവിന്റെ അവതാരം തന്നെ ഒരു ബലിയായിരുന്നു, യാഗമായിരുന്നു. അതാണ് ഫിലിപ്പിയർ 2 പറയുന്നത്, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ശൂന്യനാക്കി. എന്നിട്ട് പറയാണ് കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായത്. ദാറ്റ് ഈസ് എ കൾമിനേഷൻ പോയിന്റ്. അപ്പൊ അവസാനം കുരിശിലെ മരണം വരെയും. അപ്പം ദ ഹോൾ ലൈഫ് ഓഫ് ജീസസ് വാസ് എ സാക്രിഫൈസ്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇപ്പം പറയുമ്പോഴത്തേക്കും അതൊരു സാക്രിഫൈസ് ഫുള്ളായിട്ട് നമ്മൾ ആ ടോട്ടാലിറ്റിയിൽ എടുക്കുമ്പോൾ മനുഷ്യനായി വരാൻ തന്നെ തീരുമാനിച്ചതിൽ, അല്ലെങ്കിൽ സമ്മതിച്ചതിൽ, ആ ദൈവപുത്രൻ അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ അങ്ങനെ മനുഷ്യ ശരീരം സ്വീകരിക്കാൻ തന്നെ തീരുമാനമെടുത്തതിൽ നമ്മളതൊരു സാക്രിഫൈസ് ആയിട്ട് തന്നെ കാണുന്നു. പക്ഷെ അതൊരു യാഗമായി തീരണമെങ്കിൽ തന്റെ രക്തം ചിന്താതെ താൻ ഇവിടെ ഭൂമിയിൽ വന്നു, അതേപോലെ തന്നെ നാച്ചുറൽ ഡെത്തായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന രക്ഷ കിട്ടുമായിരുന്നു. 100% കിട്ടുമായിരുന്നു. കാരണം നമ്മുടെ രക്ഷ മനുഷ്യ അവതാരത്തിലൂടെയാണ് കിട്ടുന്നത്.
കാരണം ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ജനിച്ചു. അപ്പോ മനുഷ്യവർഗം ദൈവത്തോടുള്ള ബന്ധുത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മൾ ദൈവത്തിന്റെ ബന്ധുക്കാരായി മാറുകയാണ്. അപ്പൊ ആ ബന്ധുത്വത്തിലേക്ക് നമ്മൾ എലിവേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് ദൈവം മനുഷ്യനായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മിസ്റ്ററി. അപ്പൊ നമ്മൾ ഇനി അന്യരും പരദേശികളുമല്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തിലൂടെ നമ്മൾ ദൂരസ്ഥരായിരുന്ന മനുഷ്യവർഗം സമീപസ്ഥരായി തീർന്നു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസിന്റെ ആ ഇത് പറയുമ്പോൾ സകല ജനതകൾക്കും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു. രക്ഷകനായ മശിഹ ദാവീദിന്റെ പട്ടണത്തിൽ ജാതം ചെയ്തിരിക്കുന്നു. പക്ഷെ കുരിശുമരണത്തിന്റെ സമയത്ത് നമ്മൾ അത്തരം ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നില്ല. കുരിശു മരിക്കുന്ന സമയത്തും കുറെ മാലാഖമാരിൽ നിന്ന് ഇതാ രക്ഷ വന്നിരിക്കുന്നു എന്ന് പാടിയതായി ബൈബിളിലുണ്ടെങ്കിൽ ഞാൻ ആ വാദം എടുത്തേനെ. അവിടെ അങ്ങനെ കാണുന്നില്ല. അവിടെ ഒന്നും വന്ന ആരും ഇതാ വലിയ സംഭവം നടന്നിരിക്കുന്നു, നമുക്ക് രക്ഷ വന്നിരിക്കുന്നു ഒന്നും പറയുന്നില്ല. അതാ ജനനത്തിലാണ് നമുക്ക് രക്ഷ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറയുന്നുണ്ട്. തന്റെ ജീവനെ മറുവിലയായിട്ട് കൊടുക്കണമെങ്കിൽ രക്തം ചീന്തി അല്ലാതെ മറുവിലയായിട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതൊരു ചോദ്യമാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നു? പറ്റും. കാരണം യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലേമേ ജെറുസലേമേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു, എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല. അപ്പോൾ ആ ജൂയിഷ് പീപ്പിൾ they were so unwilling. The unwillingness of Jews. ക്രിസ്തു പറയുന്നതാണ്. പൗലോസ്ലീഹ പറയുന്നത് തേജസ്സിന്റെ കർത്താവിനെ അവർ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. സോ ഇഗ്നോറൻസ് ഓഫ് ജ്യൂസ്. അപ്പൊ ഇഗ്നോറൻസ് ആൻഡ് അൺവില്ലിങ്നെസ് ഓഫ് ജ്യൂസ് ആണ് യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ കാരണം. നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് ഇഗ്നോറൻസ് ആണെങ്കിലും ഈ പറയുന്ന മരണം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ മനുഷ്യർക്ക് രക്ഷ കിട്ടത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ എഫേസ്യർ 5:2 പറയുന്ന, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായ വഴിപാടും യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ എന്ന് പറഞ്ഞാൽ അതൊരു യേശുക്രിസ്തു മനുഷ്യരെ സ്നേഹിച്ചതിനാൽ തന്റെ പ്രാണനെ താൻ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അന്നേരം പറയുമ്പോൾ അങ്ങനെ അർപ്പിക്കണമെങ്കിൽ തന്റെ രക്തം പോകാതെ തനിക്ക് ആ ഒരു യാഗം അർപ്പിക്കുവാൻ സാധിക്കത്തില്ലെന്നല്ലേ മനസ്സിലാകുന്നത് അതിൽ നിന്ന്. അതെ, ഈ തോമാച്ചന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പൊ തോമാച്ചൻ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. ആ വാക്യം സത്യത്തിൽ ഒരു ചോദ്യമല്ല, അതൊരു ഉത്തരവാണ്. അതിനകത്ത് പറയാണ്, യേശുക്രിസ്തു സൗരഭ്യവാസന ആയതുപോലെ നിങ്ങളും ആകുവീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തോമാച്ചന്റെ വാദം അനുസരിച്ച് കുരിശിൽ മരിക്കണം, അല്ലെങ്കിൽ പരസ്പരം വെടിവെച്ച് കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ആ നിങ്ങൾ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പൊ യേശു സ്നേഹത്തിൽ നടന്നപ്പോൾ ഉണ്ടായ ഒരു അനന്തരഫലമാണ് കുരിശുമരണം. സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ് യാഗം. ആ സ്നേഹത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പറഞ്ഞ ആ ഉത്തരം തന്നെ കറക്റ്റാണ്. നമ്മൾക്ക് ആ സ്നേഹത്തിൽ നടക്കുവാണ്. ആ സ്നേഹത്തിൽ നടക്കുമ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന ക്രൈസ്തവർക്ക് യാതൊരു നിയമങ്ങളും ബാധകമല്ലേ, അതോ നിയമങ്ങൾ വല്ലതും ഉണ്ടോ? ഒറ്റ നിയമമേ ഉള്ളൂ, അത് രാജകീയ ന്യായപ്രമാണം ആണ്. അതാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. സ്നേഹം എന്നതിൽ അപ്പുറത്ത് ഒരു നിയമവും ക്രൈസ്തവനില്ല. സ്നേഹം എന്ന നിയമത്തിലാണ് എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൽ നടക്കുമ്പോൾ പറഞ്ഞ എല്ലാ ധാർമ്മികതയും എല്ലാ ആധ്യാത്മികതയും അതിനകത്ത് വന്നു ചേരും. അപ്പൊ സ്നേഹം എന്നതാണ് ഏറ്റവും വലിയ ശക്തി. സ്നേഹത്തിൽ നടക്കുമ്പോൾ എല്ലാം അലൈൻമെന്റിൽ വരും. പിന്നെ പ്രത്യേകിച്ച് ഒരു നിയമം ഒബ്സർവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം ഈ പറയുന്ന സ്നേഹത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് പറയുന്ന ആത്മാവിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ പറയുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ജഡത്തിൽ നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്നേഹമൊന്നും നമ്മൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ദ്വന്ദ്വപക്ഷം, ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ ഈ അങ്ങനെയുള്ള ഒരു ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൽ നടന്നിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്നേഹം വിട്ടുമാറിയില്ലേ. തോമാച്ചൻ ചോദിക്കുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്ന വിഷയമാണ്. അപ്പൊ വിഷയം മാറിപ്പോയി. തോമാച്ചൻ നമ്മൾ ഒറിജിനൽ വിഷയത്തിൽ അത് വേണേ വേറെ ചർച്ച ചെയ്യാം. കാരണം അത് ടോപ്പിക്ക് മാറി. അതാ
ഓക്കെ ഓക്കെ. അപ്പൊ അത് നമ്മളിപ്പോ ഈ പറയുന്ന അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഞാൻ ഈ ചോദിച്ചു വന്നത്, ഇപ്പൊ നമ്മ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ പറയുന്ന സ്നേഹത്തിൽ നടക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോ സ്നേഹത്തിൽ നടന്നു കഴിഞ്ഞാൽ മനുഷ്യർക്ക് വേറെ ബാക്കിയുള്ളവർക്ക് ഇല്ലെന്ന് പറയുമ്പോൾ, നമ്മൾ ക്രൈസ്തവർക്ക് വേറെ നിയമങ്ങളില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സ്നേഹത്തിൽ നടക്കുക മാത്രമല്ല, നമ്മൾക്ക് എല്ലാ നിയമങ്ങളും ബാധകമാണെന്നുള്ളൊരു കാര്യത്തിൽ വരത്തില്ലേ? കാരണം നമുക്ക് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലൻ ഈ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണം വെച്ചിട്ടാണ് ബാക്കിയുള്ളവരുടെ അടുക്കൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുക്കൽ ഈ പറഞ്ഞ സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ പറയുന്ന സുവിശേഷത്തിനകത്ത് ഈ ന്യായപ്രമാണം ഉൾപ്പെടുന്നില്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് പറയാം. അതായത് ന്യായപ്രമാണം എന്ന് പറയുമ്പോ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലോസ് ആണ്. അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിവിൽ ലോസ് ഉണ്ട്, അതിനകത്ത് ക്രിമിനൽ ലോസ് ഉണ്ട്, അതിനകത്ത് സോഷ്യൽ സ്റ്റാറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ ശുദ്ധീകരണ നിയമങ്ങളുണ്ട്, സെറിമോണിയൽ ലോസ് ഉണ്ട്, ദൈവാലയ സംബന്ധമായ നിയമങ്ങളുണ്ട്, സാങ്ക്ടിഫിക്കേഷൻ ലോസ്, അത് എങ്ങനെ ശുദ്ധീകരണം നടത്തണം, എങ്ങനെ കൈ കഴുകണം, എങ്ങനെ കാല് കഴുകണം. അപ്പൊ ശുദ്ധീകരണം എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗിയെ പാർപ്പിക്കേണ്ടത്, ഒരാൾക്ക് കുഷ്ഠമുണ്ടോ എന്ന് എങ്ങനെയാണ് നിർണ്ണയിക്കേണ്ടത്, കുഷ്ഠം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുഷ്ഠരോഗം മാറിയോ എന്ന് എങ്ങനെ നിർണ്ണയിക്കണം, അത് കഴിഞ്ഞ് അയാളെ വീണ്ടും ക്വാറന്റൈനിൽ നിന്ന് മെയിൻ വാക്ക് ഓഫ് ലൈഫിലേക്ക് എങ്ങനെ റിസ്റ്റോർ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 613 കൽപ്പന. അപ്പൊ അത് മനുഷ്യ ജീവിതത്തിന്റെ സർവ്വതല സ്പർശിയായ മേഖലകളിൽ ബാധിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ആധുനിക സമൂഹത്തിലേക്ക് വരുമ്പോ ഈ ന്യായപ്രമാണത്തെ മനുഷ്യ ജീവിതത്തെ സുസാധ്യമാക്കി തീർക്കുവാൻ വേണ്ടിയുള്ള ചട്ടക്കൂടുകളുടെ ഭാഗമാണ്. അത് ഇന്ന് മോഡേൺ ജനാധിപത്യ രാജ്യങ്ങളിലും മറ്റ് ആധുനിക രാജ്യങ്ങളിലുമൊക്കെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പോലീസുണ്ട്, കോടതിയുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അത് തരംതിരിക്കപ്പെട്ടു. അവയെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ ഇന്ത്യ താമസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ വേദപുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണ്. കാരണം ന്യായപ്രമാണം മാറിപ്പോയി. ഇന്ന് ന്യായപ്രമാണം അനുസരിച്ച് ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലാനോ ഒരാളുടെ കൈ വെട്ടിയെടുക്കാനോ ഒന്നും ഇന്ത്യ പറ്റില്ല. അതിന് ഇന്ത്യയിൽ സിവിൽ ലോസും ക്രിമിനൽ ലോസും ഇന്ത്യയില് ഭാരതീയ ന്യായ സംഹിത ഒക്കെ ഉണ്ട്. അതനുസരിച്ചാണ് ഇന്നത്തെ കാര്യം. അമേരിക്കയ്ക്കും അതുപോലെ നിയമങ്ങളുണ്ട്, യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലെല്ലാം അതാത് രാജ്യങ്ങളുടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമ്പോൾ ന്യായപ്രമാണം മുഴുവനായിട്ട് തന്നെ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് റോമാലേഖനം 13 അധ്യായത്തിൽ പൗലുസ്ലിയ പറയുന്നത് എല്ലാ ശ്രേഷ്ഠ അധികാരങ്ങൾക്കും കീഴടങ്ങുവീൻ. അപ്പൊ ഏതൊരു രാജ്യത്തെയും ഗവൺമെന്റും അവിടുത്തെ ഭരണഘടനയും ന്യായപ്രമാണത്തിന്റെ ഈക്വൽ വെയിറ്റേജും ഈക്വൽ ആയിട്ടുള്ള പൊസിഷനിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രസക്തി പോയി. മറിച്ചിട്ട് ഈ എല്ലാ ദൈവീക ശുശ്രൂഷകന്മാരാണെന്നാണ് റോമാലേഖനം 3 പ്രാവശ്യം പറയുന്നു. ഈച്ച് ആൻഡ് എവരി ഗവൺമെന്റ് സെർവന്റ് ഈസ് എ സെർവന്റ് ഓഫ് ഗോഡ്, ഈസ് എ മിനിസ്റ്റർ ഓഫ് ഗോഡ്. അപ്പൊ കാണുക, ഒരു ക്രിസ്ത്യാനി ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അല്ലാതെ അവന് ന്യായപ്രമാണത്തിന്റെ ബോധത്തിൽ നടക്കണ്ട. അവൻ രാജ്യത്തെ നിയമത്തെ അനുസരിച്ച് ജീവിക്കുക. ഇതാണ് പുതിയ നിയമത്തിന്റെ ഉപദേശം. നമ്മളിപ്പം ന്യായപ്രമാണം പറയുകയും യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയും ചെയ്തിരുന്നത്, ഈ പഴയ നിയമത്തിൽ യഹൂദന്റെ ദൈവത്തിൽ തന്നെ ആണോ ക്രൈസ്തവർ വിശ്വസിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചു വന്നത്. ഈ പറയുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പിതാക്കന്മാരുടെ ദൈവം യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പഴയ നിയമത്തിൽ യഹൂദൻ ആരാധിച്ചിരുന്ന, അവന്റെ ന്യായപ്രമാണം വെച്ച് അവൻ ആരാധിച്ചിരുന്ന അതേ ദൈവത്തെ തന്നെ അല്ലേ ക്രൈസ്തവർ ആരാധിക്കുന്നതെന്നാണ് ചോദ്യം. ഈ ന്യായപ്രമാണം ഇതും കൂടെ ചേർന്നിട്ടുള്ളതാണ് ചോദ്യം. പറയാമോ? പാട്രിയാർക്കീസുമാരുടെ ദൈവം ആരാണ്? ഈ പാത്രിയാർക്കീസുമാർ എന്ന് പറഞ്ഞാൽ ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്, അവരാണ് പാത്രിയാർക്കീസുമാർ. അപ്പൊ പാത്രിയാർക്കീസുമാരുടെ ദൈവം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും എന്ന് പറയുന്നു. മോശൈവം എന്നെങ്ങും പറയുന്നില്ല. അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി പിതാക്കന്മാരുടെ ദൈവം അവനെ ഉയർപ്പിച്ചു.
ഇല്ല, അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ കുറിച്ച് ചോദിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിരുന്നത് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ട് പഠിപ്പിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതേ ദൈവം തന്നെ അല്ലേ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ ക്രൈസ്തവരുടെ അടുക്കലോട്ട് വരുമ്പോഴും കാണുന്ന അതേ ദൈവം തന്നെ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതെ, കാരണം ആ കാലഘട്ടത്തിൽ ദൂതവാഴ്ചയായിരുന്നു. ഈ വീഴ്ചയ്ക്ക് ശേഷം ഈ പ്രകൃതിയെയും മനുഷ്യനെയും ദൂതന്മാർ വാഴാൻ തുടങ്ങി. ഈ ദൂതന്മാർ മനുഷ്യരുടെ സേവകർ ആയിട്ട് നിൽക്കേണ്ടവരാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടവരായതുകൊണ്ട് നമ്മ സർവീസ് എത്തിക്കേണ്ട ഈ ദൂതന്മാർ നമ്മളെ വാഴുവാനും ഭരിക്കുവാനും തുടങ്ങി. അതിനെയാണ് അൺഫോർച്ചുനേറ്റ് എറ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ദൂതവാഴ്ചയാണ്. ഇപ്പൊ ഈ ദൂതവാഴ്ച എന്ന് പറഞ്ഞാൽ ദൂതന്മാർക്ക് ഒരു ലക്കും ലഗാനും ഇല്ലാതെ അവർ സകലയിടത്തും കെട്ടഴിച്ച് വിട്ടതുപോലെ ലോകത്തിന്റെ എല്ലാ മേഖലകളിലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആൻഡ് ഡിസ്കവറീസ് വരുമ്പോൾ ഞാനത് വളരെ കാര്യമായിട്ട് ഈ ആർക്കിയോളജിക്കാരുടെ ഈ സെമിനാറുകളും മാസികയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകം മുഴുവൻ തന്നെയുള്ള ആരാധനകളെ സംബന്ധിച്ച് ഉള്ള വെളിച്ചം വീശുകയാണ്. അപ്പം മെസൊപ്പൊട്ടേമിയയിലെ അതേ മാതൃകയിലുള്ള ആരാധനയുടെ പ്രതീകങ്ങളും അതിന്റെ തെളിവുകളും മെക്സിക്കോയിൽ നിന്ന് വരെ കണ്ടെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ വളരെ വിദൂരസ്ഥമായ സമുദ്രത്താലും മഞ്ഞുമലകളാലും ഒക്കെ വേർതിരിക്കപ്പെട്ട ഭൂഖണ്ഡങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആരാധനകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ വാഴ്ചയുടെ ഒരു കാലമായിരുന്നു. അവർ വ്യത്യസ്ത നാമത്തിലും വ്യത്യസ്ത രൂപത്തിലും വ്യത്യസ്ത ഭാവത്തിലും ലോകത്തിലെ ജനപദങ്ങളിലിടയിലെല്ലാം സ്വാധീനം ചെലുത്തുകയും മനുഷ്യരുടെ മേൽ വാഴുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ദൂതവാഴ്ചകൾക്ക് മുഴുവൻ അറുതി വരുത്താനാണ് ദൈവം തന്റെ പുത്രനെ മനുഷ്യനായി വിട്ടത്. ദൂതന്മാരുടെ അടിമകളായിരുന്ന മനുഷ്യവർഗത്തെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ വന്ന് മനുഷ്യനായി തീർന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള ശക്തികളെയൊക്കെ ശാസിക്കുകയാണ്. അതുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും സിംഹാസനങ്ങളെയും എല്ലാം ആയുധവർഗം വെപ്പിച്ചു. സകലതും കീഴടങ്ങി, എല്ലാത്തിനും കീഴടക്കി. യേശുക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട അധികാരത്തെ റിസ്റ്റോർ ചെയ്ത് കൊടുക്കുവാനാണ്. അപ്പൊ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം സഭായുഗം ആരംഭിക്കുമ്പോൾ ആ സഭായുഗം ആരംഭിച്ചതോടു കൂടെ തന്നെ എല്ലാ മനുഷ്യർക്കും അവരുടെ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ പലരും ദേവിമാരെ പരിഹസിക്കുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നത്. അവര് ഡയറക്റ്റായിട്ട് വന്നൊന്നും ആക്രമിക്കുന്നില്ല. കാരണം ഈവൻ നിരീശ്വരവാദികൾക്ക് പോലും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവര് പണ്ടേ വിവരം അറിഞ്ഞേനെ. കാരണം അവര് ചോദിക്കും, എന്തേടാ പഴയ പോലെ ഇല്ലല്ലോ ദേവനും ദേവിയും. കാരണം മനുഷ്യവർഗത്തിന് അധികാരം തിരിച്ചു കൊടുത്തു. അത് ക്രിസ്തു വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഈ ദേവീ ദേവന്മാരൊക്കെ വളരെ ശക്തമായിട്ട് മനുഷ്യരിൽ ഇടപെട്ടു. അതുകൊണ്ടാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റ് ഐതിഹ്യങ്ങളിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള കഥകൾ വായിക്കുന്നത്. പക്ഷെ ക്രിസ്തു വന്നത് മനുഷ്യവർഗത്തിന് അധികാരം കൊടുക്കാനാണ്. ക്രിസ്തു വന്നിട്ട് തന്റെ സഭയെ സ്ഥാപിച്ച് ലോകത്തിന് വെളിച്ചമായിട്ടാണ്. അങ്ങനെയാണ് എഡ്യൂക്കേഷനിൽ ക്രിസ്ത്യൻ ചർച്ചിന് വലിയ പങ്കുണ്ടായത്. ലോകത്തിലെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റി, അത് കേംബ്രിഡ്ജ് ആയാലും അത് ഓക്സ്ഫോർഡ് ആയാലും ഹാർവാർഡ് ആയാലും എല്ലാം നോക്കുക, എല്ലാം ബൈബിൾ സ്കൂളായിട്ട് തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് ആ ലൈറ്റ് വന്നിട്ടുള്ളത്. കാരണം മനുഷ്യവർഗത്തിലേക്ക് പ്രകാശം വന്നു. ആ വെളിച്ചം മനുഷ്യരുടെ ജീവനായിരുന്നു. സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ദൂതവാഴ്ചയ്ക്ക് അറുതി വരുത്തി വീണ്ടും മനുഷ്യവാഴ്ച ആരംഭിച്ചു. എന്നാൽ ആ മനുഷ്യവാഴ്ച പൂർണ്ണ അളവിൽ എത്തിയിട്ടില്ല. കാരണം ഇന്നും മനുഷ്യന്റെ അജ്ഞത കൊണ്ടും മനുഷ്യന്റെ ഭയം കൊണ്ടും പല സ്ഥലത്തും ഈ അധികാരമില്ലാത്ത ദൂതന്മാരെ പിന്നെയും അവരോധിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്തു പോരുന്നുണ്ട്. സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല. എവിടൊക്കെ തിരിച്ചറിവുണ്ടാകുന്നോ അവിടൊക്കെ സ്വയമേവ ഈ ദൂതന്മാർ ഒഴിഞ്ഞു പോകുന്നുണ്ട്. അവരുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അവരെന്ത് ചെയ്യുന്നു? വിട്ടുകളയുന്നുണ്ട്. സത്യത്തിൽ ക്രൈസ്റ്റ്, ദ വിക്ടറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൂതമേഖലയിൽ മനുഷ്യന് അധികാരത്തെ തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഉറച്ചു നിന്നാൽ, നിവർന്നു നിന്നാൽ, ഒരു ദൂതനോ ഒരു ഭൂതത്തിനോ ഒരു പ്രേതത്തിനോ ഒരു അന്ധകാര ശക്തിക്കോ ഒരു അജ്ഞാത ശക്തികൾക്കോ അല്ലെങ്കിൽ അദൃശ്യമണ്ഡലത്തിലെ ശക്തിക്കോ അവന്റെ നേരെ നിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ നേരെ നിൽക്കുമ്പോൾ ഈ അദൃശ്യമണ്ഡലം അവനിൽ ഉള്ള ക്രിസ്തുവിനെയാണ് കാണുന്നത്. അപ്പൊ ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം ദൂതവാഴ്ചയ്ക്ക് അറുതി വരുത്തുക എന്നുള്ളതാണ്. ദൂതവാഴ്ച തീർന്നു, ഇപ്പോൾ മനുഷ്യവാഴ്ചയാണ് നടക്കുന്നത്.
ഇപ്പൊ ഈ ദുഃഖം തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾക്ക് ശക്തി നൽകിയതിനാൽ, അല്ലെങ്കിൽ പണ്ട് പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന അതേ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്നു എന്നാണോ പറയുന്നത്? അതോ വേറെ എങ്ങനെയാണ് നമ്മൾക്ക് ആ വാഴ്ച കിട്ടുന്നതെന്ന് പറയാം? ഒരു മാർക്കറ്റില് വലിയ അടി നടക്കുക, ബഹളം നടക്കുകയാണ്. അപ്പൊ അവിടേക്ക് ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു സമയം വരികയാണ്, എല്ലാവർക്കും ധൈര്യം വരികയാണ്, എല്ലാവരും നേരെ നിൽക്കുകയാണ്. ഉള്ളവരെല്ലാം പോലീസിൽ എടുത്തോണ്ടോ, അവരെല്ലാം പോലീസിന്റെ യൂണിഫോം ഇട്ടത് കൊണ്ടോ, അവരെല്ലാം കേരള പോലീസിൽ ചേർന്നോണ്ടോ അല്ല. അപ്പൊ ചർച്ച് ലോകത്തിലേക്ക് വന്നതോടുകൂടെ ആ ചർച്ചിന്റെ പ്രസിദ്ധ, അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അപ്പൊ ദൈവ ധാന്യ ബലിയില് ഗ്രെയിൻ ഓഫറിംഗിൽ ഉപ്പ് ചേർക്കുന്നതായിട്ട് പറയുന്നുണ്ട്. യേശുക്രിസ്തു പറയുന്നത് നിങ്ങളാണ് ഉപ്പ്. അപ്പം മനുഷ്യന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം റിസ്റ്റോർ ചെയ്യപ്പെടാൻ മനുഷ്യവർഗത്തിന് മുഴുവനും ഉള്ള ആ ഉടമ്പടിയിലെ ഉപ്പാണ് ക്രിസ്തീയ സഭ. അപ്പം ആ പ്രസൻസ് മതി. ഉപ്പ് ഒരു കറിക്കകത്ത് എത്രയുണ്ട്? അത്രയും അളവ് മതി. അല്ല, എല്ലാവരും സഹകരണമെന്നില്ല. അതാണ് ഈ പെന്റകോസ്റ്റൽ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽസിന് പറ്റുന്ന, അവർ ലോക സുവിശേഷിക്കാൻ എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കേരളത്തിൽ സമാധാനം വരുത്താൻ നല്ലപോലെ പോലീസ് ഫംഗ്ഷൻ ചെയ്താൽ മതി. കേരളത്തിലുള്ള എല്ലാവരെയും പോലീസിൽ ചേർക്കണമെന്ന് പറഞ്ഞിറങ്ങി എന്ത് ചെയ്യും? എല്ലാവരെയും പോലീസ്. അതുപോലത്തെ അങ്ങേയറ്റം അപഹാസ്യമായ ഒരു സുവിശേഷ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത്. ഒന്നും വിജയിക്കുന്നുമില്ല, ആരും പോലീസിൽ ചേരുന്നില്ല. അതിന്റെ ആവശ്യമില്ല. നീ ഫംഗ്ഷൻ ചെയ്യേണ്ട വിധത്തിൽ ഫംഗ്ഷൻ ചെയ്താൽ മതി. You shall be a blessing to the whole humankind എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിന് മുഴുവൻ അനുഗ്രഹമായി മാറാനാണ് ക്രിസ്ത്യാനികളെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ക്രൈസ്തവർ ഉതകണം എന്ന് പറഞ്ഞാൽ, ഉപ്പ് ഒരു കറിക്ക് എങ്ങനെ ടേസ്റ്റ് കൊടുക്കുന്നോ അതേപോലെ തന്നെ എല്ലാവർക്കും എല്ലാത്തിനും ഉപകരിക്കത്തക്ക രീതിയിൽ മാത്രമാണ് ക്രൈസ്തവർ ജീവിക്കേണ്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണോ? യെസ്, 100%. കാരണം ഉപ്പ് ഇൻവിസിബിൾ ആണ്, അദൃശ്യ സാന്നിധ്യം. നിങ്ങൾക്ക് ഒരു കറിയിൽ ഉപ്പ് കാണാൻ പറ്റത്തില്ല. സാമ്പാറിനകത്തും ഉരുളക്കിഴങ്ങ് കാണാം, മുരിങ്ങയ്ക്ക കാണാം, തക്കാളിക്കായുടെ അംശം കാണാം, അങ്ങനെ പലതും നിങ്ങൾക്ക് കാണാം. പക്ഷെ ഉപ്പിനെ കാണാൻ പറ്റില്ല. പക്ഷെ ഇന്ന് പല ആളുകളും അങ്ങനെയല്ല. ഈ കറിക്കകത്തൊക്കെ ഉപ്പുകല്ല് വേണമെന്ന് ശടിക്കുകയാണ്. അല്ലെ, ഉപ്പ് കൊണ്ട് കറി ഉണ്ടാക്കണം. അതൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ല. ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭീകരമായി പോനെ. കാരണം നമുക്ക് ചോറിന് കുറെ ഉപ്പുകല്ല് കൊണ്ട് കറിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ തോമച്ചന് കഴിക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ മണ്ടത്തരമാണ്. നമ്മൾ അദൃശ്യമായ സാന്നിധ്യം. അതുകൊണ്ട് ലോകത്തിലെ നന്മയുണ്ടാകുന്ന ഈ ആധുനിക ലോകത്തിന്റെ വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം നിങ്ങൾ പരിശോധിച്ചു അതിനെ ട്രേസ് ബാക്ക് ചെയ്താൽ ക്രൈസ്റ്റിൽ ചെന്ന് നിൽക്കും. ഞാൻ ഈയിടെ ഒരു ഓപ്പൺ ചലഞ്ച് വെച്ചു. നിങ്ങൾ എന്ത് മനുഷ്യന്റെ പുരോഗതി, എന്ത് മനുഷ്യന്റെ അഡ്വാൻസ്മെന്റ്, എന്തും അവതരിപ്പിച്ചു, അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്രിസ്തുവിലേക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡ്രോ എ ലൈൻ. ക്രിസ്തു അവതാരമാണ് ഈ ബെനിഫിറ്റ് മനുഷ്യവർഗത്തിന് കൊണ്ടുവന്ന് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അല്ലെങ്കിൽ ഞാൻ പണ്ട ഈ ബൈബിൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് ഞാൻ പോയനെ. ഞാനിപ്പോഴും ഉറപ്പോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കാര്യം എനിക്കറിയാം. ലോകത്തുള്ള എല്ലാ നന്മകളും, എല്ലാ പ്രകാശങ്ങളും, എല്ലാ പുരോഗതിയും ക്രൈസ്റ്റ് ജീസസ് എന്ന സിംഗിൾ പേഴ്സണിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സകലതും മുഖാന്തരവും, സകലതും അവനാലും, സകലതും അവനിലൂടെയും, സകലതും അവന് വേണ്ടിയും, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ വാഴ്ചകളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ അവനാണ് ആധാരമായിരിക്കുന്നത്. തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്ന അവനാണ് യേശുക്രിസ്തു. സിംഹകൃഷ്ണനാണ്. അതാണ് സുവിശേഷ ബോധ്യം ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടു. ക്രിസ്ത്യാനിക്കെന്നല്ല, ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ആ ബോധ്യമില്ല. അവർ കരഞ്ഞും നിലവിളിച്ചും കർത്താവിന് ആളെ പിടിക്കാൻ, ഉമ്മൻചാണ്ടിക്ക് വോട്ട് പിടിക്കാനും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ട് പിടിക്കാനും ഒക്കെ നടക്കുകയാണ്. അതൊന്നും സുവിശേഷമൊന്നും അല്ല. അവർക്ക് അതേക്കുറിച്ച് ബോധമില്ല. അതാണ് യഥാർത്ഥം. ഈ യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം ഈ ഒരു ചുരുക്കമായിട്ടുള്ള സ്നേഹിക്കണം എന്നുള്ള പറഞ്ഞുള്ള ആ ഒരു സുവിശേഷത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ് പറയുന്നത്. ആ ക്രൈസ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും നമ്മൾക്ക് എല്ലാ നന്മകളും വന്നിരിക്കുന്നതെന്ന് പാസ്റ്റർ പറയുന്നുണ്ട്. അങ്ങനെയല്ലേ പറയുന്നത്? ഇപ്പൊ പറഞ്ഞു വെച്ചതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സിവിലൈസ്ഡ് വേൾഡിനെ നമ്മൾക്ക് ഉള്ളം കയ്യിൽ വെച്ച് പരിശോധിക്കാൻ മാത്രം ഉള്ളതേ ഉള്ളൂ. ആ സിവിലൈസ്ഡ് വേൾഡിൽ സിവിലൈസേഷൻ വന്ന അപ്സ് ആൻഡ് ഡൗൺസ്, പ്രോഗ്രഷൻസ്, അഡ്വാൻസ്മെന്റ്സ്, ഇതിനെല്ലാം പരിശോധിച്ചാൽ നമുക്ക് എല്ലാ നന്മകളെയും ക്രിസ്തുവിലേക്ക് നമുക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞു. പാസ്റ്റർ, ഇതിനകത്ത് ചോദ്യം വരുന്നത്, യേശുക്രിസ്തു കുറെ കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ
അങ്ങനെ വരുമ്പോൾ ഈ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ ഇപ്പൊ ഈ ഭൂമിയിലുള്ള കാര്യമല്ലേ, ഇതിന് പുറമേ ഉള്ള കാര്യമല്ലേ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ഈ ഭൂമിയെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് വീണ്ടും ഇനിയുള്ള ലോകത്തിൽ എങ്ങനെ വരുമെന്നുള്ള കാര്യമല്ലേ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അങ്ങനെ പറഞ്ഞേ വാക്യമല്ലോ ഓർക്കുന്നുണ്ടോ? അതോ അല്ല, എനിക്ക് വാക്യമുണ്ട് അത് വാക്യമുണ്ട് വാക്യമുണ്ട്. തോന്നി. നിങ്ങൾ ദൈവരായി അവകാശപ്പെടുത്തുകയില്ലെന്നുണ്ടോ? ഇഷ്ടംപോലെ വാക്യങ്ങളുണ്ട്. ഞാനത് എടുത്തിട്ടില്ല. അല്ല, നമ്മളിപ്പോ അത് പൗലൂസ് പറയുന്നല്ലേ, കൊരിന്ത്യർ ലേഖനം അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ലല്ല, യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, അങ്ങനെ ഒത്തിരി അടുത്ത് പറയുന്നുണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് വരാം. നമുക്ക് ആ ഒരു ടോപ്പിക്ക് ആകത്തോണ്ട് ഞാൻ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ. അത് കംപ്ലീറ്റ് എടുത്തോണ്ട്, ആ സ്റ്റെപ്പ് മുഴുവൻ എടുത്തോണ്ട് വന്നില്ലെങ്കിൽ എന്നാ പിന്നെ അതിനകത്തൊരു നമുക്ക് പൂർണ്ണത. ആ ടോപ്പിക്ക് വരുമ്പോ അത് പരിശോധിക്കാം. ഇപ്പൊ അത് പാർക്ക് ചെയ്യും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പം പാസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്പം പഴയ നിയമത്തിലുള്ള, അല്ലെങ്കിൽ എബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ വരെ നിർത്തിയിട്ട് പിന്നെ ദൂതന്മാരുടെ വാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് മോശയുടെ കാര്യം, അല്ലെങ്കിൽ മോശ വന്നിട്ട്, അല്ലെങ്കിൽ യഹൂദന്മാരെ അവിടുന്ന് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മോശ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പ്രസക്തിയില്ല. അതിനേക്കാൾ കൂടിയ ഒരു നിയമമാണ് യേശു ക്രിസ്തു സ്നേഹത്തിൽ കൂടെ തന്നിരിക്കുന്നത്. എബ്രഹാമിന് കൊടുത്തിരിക്കുന്ന അതേ നിയമം, അല്ലെങ്കിൽ എബ്രഹാം അന്ന് പാലിച്ചിരുന്ന അതേ സ്നേഹത്തിലുള്ള നിയമമാണ് യേശു ക്രിസ്തു അന്ന് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ആ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ്, യഹൂദന്റെ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് യേശു ക്രിസ്തുവിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെയല്ലേ നമ്മളിപ്പം 2-3 ചർച്ചകൾ വഴി അത് വന്നിരിക്കുന്നത്. പാസ്റ്റർ പറയാം. ഏറെക്കുറെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം പ്രിമിറ്റീവ് ദാറ്റ് ഇസ് ലവ്, ആ സ്നേഹത്തിലാണ് നടക്കേണ്ടത്. എന്നാൽ സ്നേഹത്തിന്റെ ജഡരൂപമായ യേശുക്രിസ്തു വരുന്നത് വരേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് ഒരു ശിശുപാലകൻ എന്ന വിധത്തിൽ അവരുടെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തായിരുന്നു ന്യായപ്രമാണം. ഇറ്റ് വാസ് ആഡ് ഓൺ. ആ ആഡ് ഓൺ ചെയ്യപ്പെട്ട ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ച് യേശുക്രിസ്തു വന്നു. ഇപ്പൊ യേശുക്രിസ്തു വന്നു കഴിഞ്ഞുള്ള സ്ഥിതി എന്നാ? ലോകത്ത് നമുക്ക് അനേക രാജ്യങ്ങളും അനേക ജനതകളുമായിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോ ആ രാജ്യങ്ങൾക്കെല്ലാം ഭരണഘടനകളുണ്ട്, ആ രാജ്യങ്ങൾക്കെല്ലാം കുറ്റശിക്ഷാ നിയമങ്ങളുണ്ട്. ഇതും എന്താണ് കൂട്ടിച്ചേർത്തിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ നോട്ട് എ പാർട്ട് ഓഫ് ദ ഒറിജിനൽ പ്ലാൻ. ഒറിജിനൽ പ്ലാൻ എന്താ? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി തീരും എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥയാണ് ഒറിജിനൽ പ്ലാൻ, ആ പെർഫെക്റ്റ് പ്ലാൻ. ആ പെർഫെക്റ്റ് പ്ലാനിന് മുമ്പുള്ള അക്സെപ്റ്റബിൾ പ്ലാനിലാണ് ഇപ്പൊ വേൾഡ് റൺ ചെയ്യുന്നത്. അക്സെപ്റ്റബിൾ പ്ലാനിലാണ്. ഈ അക്സെപ്റ്റബിൾ പ്ലാനിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകും? പെർഫെക്റ്റ് പ്ലാനിലേക്ക് പോകും. അപ്പൊ ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ആണ്. അപ്പൊ അക്സെപ്റ്റബിളിൽ നിന്ന് നമ്മൾ എവിടെ ചെല്ലും? പെർഫെക്റ്റിലേക്ക് ചെല്ലും. അപ്പൊ നമുക്ക് ഐക്യരാഷ്ട്ര സംഘടന വന്നു. ഇപ്പൊ പലയിടത്തും തന്നെ രാജ്യങ്ങളുടെ അതിർത്തികൾ വേണ്ട എന്നുള്ള ചർച്ചകൾ വരുന്നു. യൂറോപ്പില് പല രാജ്യങ്ങൾക്കും അതിർത്തികളില്ല. ഞാൻ യൂറോപ്പിലൂടെ പോയിട്ട് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ അവിടെ ഒന്നും ആരും തിരക്കാനില്ല. നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് കയറി പോകാം. അപ്പൊ അതിർത്തികളില്ല, അവിടെ പരിശോധനകളില്ല, സായുധ പോലീസ് ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പല രാജ്യങ്ങളും വന്നു കഴിഞ്ഞു. കൂടുതൽ രാജ്യങ്ങളിലേക്ക് അത്തരത്തിലുള്ള അതിർത്തികളും വേലിക്കെട്ടുകളും വിഭജനങ്ങളും മാറി 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 ലോകത്ത് മനുഷ്യവർഗം ഒന്നായി തീരുന്ന ഒരു ഘട്ടം വരും. മിലിറ്ററി ആവശ്യമില്ലാത്ത, പോലീസിങ് ആവശ്യമില്ലാത്ത, പാസ്പോർട്ടുകൾ ആവശ്യമില്ലാത്ത ഒരു ഏക ലോക രാജ്യമായിട്ട് ഇത് വരും. ഇത് മനുഷ്യവർഗത്തിന്റെ തുടക്കത്തിൽ മനുഷ്യർ ഗുഹാജീവികളായിരുന്നു. ഒരു ഗുഹയിൽ നിന്ന് മനുഷ്യനെ ഇറങ്ങി അടുത്ത ഗുഹയിലേക്ക് നോക്കാൻ പോലും പേടിയായിരുന്നു. അപ്പുറത്തെ ഗുഹയിലുള്ള ആളുകൾ സംശയത്തോടെ, ഇവന്റെ ഭാഷ അവൻ അറിയത്തില്ല, അവന്റെ ഭാഷ ഇവൻ അറിയത്തില്ല, അവൻ കൊല്ലാനാണോ സ്നേഹിക്കാനാണോ എന്തിനാണെന്നറിയത്തില്ല. ക്രമേണ എപ്പോഴോ ഒരു ഘട്ടത്തിൽ ഒരു മൃഗത്തെ കിട്ടിയപ്പോൾ അവർ ഒരുമിച്ച് പങ്കുവെക്കാൻ മറ്റേ ഗുഹക്കാരനെ വിളിച്ച് ആദ്യം ആ കിട്ടിയ മൃഗത്തെ പങ്കുവെച്ചതിലൂടെ അവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി. അങ്ങനെ ഗുഹാവാസികൾ ഗോത്രനിവാസികളായി. ഒരു ഗോത്രം അവരൊന്നാണെന്നുള്ള ഒരു ബോധം, അവർ മറ്റു ഗോത്രത്തെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ഈ ഗോത്രത്തിൽ അവർ അഭിരമിക്കാനും അവർക്ക് ഗോത്ര ദേവതയും ദേവനുമായി ഗോത്രങ്ങളായി മാറി. അത് ട്രൈബൽ പീരീഡ് ആണ്, ട്രൈബലിസം ആണ്. അപ്പൊ ട്രൈബലിസത്തിൽ നിന്ന് ഈ പല ട്രൈബ്സ് ചേർന്ന് നേഷൻസ് ഉണ്ടായി, രാജ്യങ്ങളുണ്ടായി. നാഷണലിസം ആണ്. ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന നാഷണലിസം എന്ന യുഗത്തിലാണ്. ഇനി നേഷൻസ് എന്നുള്ള ആ ബാരിയർ മാറിയിട്ട്, ആ ബോർഡേഴ്സ് ഇല്ലാതെ ആയിട്ട് നേഷൻസ് എല്ലാം കൂടെ ഒന്നായിട്ട് യൂണിവേഴ്സ് ഒന്നായി, അത് യൂണിവേഴ്സലിസത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ ട്രൈബലിസത്തിൽ നിന്ന് പുരോഗമിച്ചു നാഷണലിസത്തിൽ വന്നു. നാഷണലിസത്തിൽ നിന്ന് ഇപ്പം വളരെ പുരോഗമിച്ചു. കാരണം ഇന്റർനാഷണൽ റിലേഷൻഷിപ്സ് ആൻഡ് ഇന്റർനാഷണൽ ഡയലോഗ്സ്, അപ്പൊ ഇന്റർനാഷണൽ ഫോറംസ് ലൈക്ക് യുണൈറ്റഡ് നേഷൻസ്, ഇതെല്ലാം വന്നു. ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സലിസത്തിലേക്ക് വരും. എല്ലാ അതിർത്തികളും മാറി മനുഷ്യവർഗം ഒന്നാവും. ആ യൂണിവേഴ്സലിസത്തിലേക്ക് മാറി പിന്നെയും പുരോഗമിച്ച് കഴിയുമ്പോഴേ ഈ നിയമങ്ങളും ചട്ടങ്ങളും എന്നുള്ള വെച്ചുകെട്ട്, അതായത് സ്റ്റിൽ ഇറ്റ് ഈസ് ആൻ ആഡ് ഓൺ, അത് മാറിയിട്ട്
നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് മനുഷ്യവർഗം ഒന്നിച്ച് എലിവേറ്റ് ചെയ്യപ്പെടും. അപ്പോഴാണ് സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. അതാണ് നമ്മൾ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ആ കാര്യം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലായി, ഇത് മനസ്സിലായി. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇതിനകത്ത് നമ്മളിപ്പോ ഈ ബൗണ്ടറി മാറി ഒറ്റ വൺ സിംഗിൾ മനുഷ്യരാശി മുഴുവനും ഒരുപോലെ ജീവിക്കുന്ന കാര്യമാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. സ്വർഗവും ഭൂമിയും ഒന്നാകുന്നു പറഞ്ഞു. അന്നേരം ഈ മരിച്ചു പോയിട്ടുള്ള, ഇതിനു മുമ്പേ മരിച്ചു പോയിട്ടുള്ളവർക്ക് എങ്ങനെ നിത്യജീവൻ വരുമെന്ന്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് എങ്ങനെയും ആ ഒരു ടോപ്പിക് ഇട്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിൽക്കാം. നമ്മളിപ്പോ ഇവിടെ ടോപ്പിക്ക് നമ്മൾ ആയിക്കോട്ടെ. അപ്പൊ എഫേസ്യ ലേഖനം 1:10 ഞാൻ പറഞ്ഞത്. ആരെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ, that in the dispensation of the fullness of times he might gather together in one all things in Christ, both which are in heaven and which are on earth, even in him. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. അപ്പൊ ദാറ്റ്സ് അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ്. അപ്പൊ നമുക്ക് ഇന്ന് നിർത്തി മരിച്ചവർ തിരിച്ചു വരുക എന്നുള്ള വിഷയം അല്ലേ? ഓക്കെ, അതേ വിഷയം നമുക്ക് അന്ന് ബാക്കി യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള നിത്യജീവന്റെ കാര്യങ്ങളും കൂടെ ആ രണ്ട് ടോപ്പിക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ.